മാരിയോ ജോസഫിനും ഭാര്യ ജിജി മാരിയോയ്ക്കും എന്ത് സംഭവിച്ചു എന്നാണ് എവിടെയും ഉയർന്ന ചോദ്യം. തകർന്ന കുടുംബങ്ങളെ വിളക്കിച്ചേർക്കാൻ പതിറ്റാണ്ടുകൾ ധ്യാന പരിപാടികൾ നടത്തി വന്ന മാരിയോ ദമ്പതികൾക്ക് സ്വന്തം കുടുംബത്തിലൊരു വിഷയം വന്നപ്പോൾ അവരുടെ ധ്യാനവും ആദർശവും ഒക്കെ മാറ്റിവെച്ച് പരസ്പരം തല്ലിക്കൊല്ലാൻ ആയുധമെടുക്കേണ്ടി വന്നു എന്നത് ഒരുപക്ഷെ മാനുഷ്യവികാരമാകാം, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാകാം. എന്നാലും മാരിയോ ജോസഫ് ഒളിവിലാണ് എന്ന വിവരങ്ങൾ ഇപ്പോൾ വരികയാണ്. കർമ്മ ന്യൂസ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. ചാലക്കുടി പോലീസ് പറയുന്നത് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും മാരിയോ ജോസഫിനെ കണ്ടെത്താനായില്ല എന്നുമാണ്. നിലവിൽ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ എങ്കിലും അറസ്റ്റിന് ശേഷം മൊഴി രേഖപ്പെടുത്തി പോലീസിന് വകുപ്പുകളിൽ മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ വന്നാൽ അകത്താകും. കാരണം ഭാര്യ ജിജി മാരിയോയുടെ തലയ്ക്കാണ് പരിക്ക്. തലയ്ക്ക് തുന്നിക്കെട്ടുകളുണ്ട്. ജിജി അവരുടെ പരാതിയിൽ ഉറച്ചു നിന്നാൽ പരിക്ക് തലയ്ക്കുമായതിനാൽ മാരിയോ ജോസഫിന് ജാമ്യം നിഷേധിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത് മനസ്സിലാക്കി തന്നെ മാരിയോ ജോസഫ് ഒളിവിലാണ് എന്നും മുൻകൂർ ജാമ്യം കോടതിയിൽ നിന്നും തേടുന്നു എന്നും അറിയുന്നു. എന്തായാലും ധ്യാന ദമ്പതികൾ തമ്മിൽ ബിസിനസ് സംബന്ധ തർക്കങ്ങളാണ് ആക്രമണത്തിലേക്ക് വഴി തുറന്നത് എന്ന് കരുതുന്നു. ഇരുവരും ഫിലോകാലിയ എന്ന ധ്യാന കേന്ദ്രവും ചാരിറ്റി പ്രവർത്തനവും നടത്തുകയായിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ ഇവരുടെ പല അക്കൗണ്ടുകളും നൽകി ദരിദ്രരെ സഹായിക്കാൻ വൻ പണപ്പിരിവ് നാളുകളായി നടത്തുകയാണ്. ഇവരുടെ മിക്ക വീഡിയോയിലും പണം സംഭാവന ചെയ്യാനുള്ള അഭ്യർത്ഥനയുണ്ട്. പണം സംഭാവന ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കാൻ സ്ഥിരം ചാരിറ്റി തട്ടിപ്പുകാർ ചെയ്യുന്നത് പോലെ ദരിദ്രരെയും വീടില്ലാത്തവരെയും രോഗികളെയും ഒക്കെ വെച്ച് ഇവരും വീഡിയോ ചെയ്തിരുന്നു. ദരിദ്രരെ ചാരിറ്റി പണം സമാഹരിക്കാനുള്ള ടൂളുകളാക്കി വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ നടന്നു എന്നും ധനസമാഹരണം ഉണ്ടായി എന്നും പറയുന്നു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടിനും സുതാര്യത ഇല്ല. പട്ടിണിയും മറ്റുമുള്ളവരെ ചൂണ്ടിക്കാട്ടി വീഡിയോ ഉണ്ടാക്കിയ ശേഷം അക്കൗണ്ട് നമ്പർ നൽകുന്നതാകട്ടെ മാരിയോയുടെയും ജിജിയുടെയും ആയിരുന്നു. സാധാരണ ചാരിറ്റിക്കാർ പണം വാങ്ങിക്കുന്നത് ആ കക്ഷികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ്. അതിൽ നിന്നും കമ്മീഷൻ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാരിയോ ദമ്പതികളാകട്ടെ ദരിദ്രരെ ടൂളുകളാക്കി മാരിയോ ദമ്പതിമാരുടെ അക്കൗണ്ടിലേക്കായിരുന്നു പണം സ്വീകരിക്കുന്നത്. ഇതിന്റെ ധാർമ്മികതയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പണം വൻതോതിൽ വർഷങ്ങളായി ഇവരുടെ അക്കൗണ്ടിൽ വന്നിരുന്നു എന്നുറപ്പാണ്. വയനാട്ടിലെ ദുരന്തത്തിന്റെ മറവിൽ വൻതുക വിദേശത്തു നിന്നും ഇവർ സമാഹരിച്ചു എന്നും പറയുന്നു. പണവും ബിസിനസ്സുമായിരുന്നു ഇവർക്ക് ചാരിറ്റി എന്ന് ഇപ്പോൾ ഇവരുടെ തമ്മിലടിയിലൂടെ തെളിയുകയായിരുന്നു. ബിസിനസ് സംബന്ധമായ തർക്കം എന്ന് പറയുമ്പോൾ ഇവർ നടത്തിയ ധ്യാനം, ചാരിറ്റി, കൗൺസിലിംഗ് എല്ലാം ബിസിനസ് ആയിരുന്നു. ക്രിസ്തുവിനോടും മറ്റുമുള്ള ഭക്തിയും ക്രിസ്ത്യാനികളുടെ വിശ്വാസവും ഇതിനായി ആഴത്തിൽ ചൂഷണം ചെയ്യുകയായിരുന്നു. ഒരു കാലത്ത് പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ വരെ പ്രസംഗിച്ചിരുന്ന ഇവരെ പിന്നീട് സഭ അകറ്റി നിർത്തി. ലക്ഷ്യം ശരിയല്ലെന്നും വിശ്വാസ ചൂഷണവും ആരോപിച്ച് സഭയുടെ എല്ലാ വേദികളും ഇവർക്ക് മുന്നിൽ കൊട്ടിയടച്ചിരുന്നു. അതിനാൽ തന്നെ നിലവിലെ വിവാദത്തിൽ സഭയും പള്ളികളും ഒക്കെ സുരക്ഷിതമാണ്. ഇവർക്കെതിരെ വർഷങ്ങൾക്ക് മുൻപേ കാസ രംഗത്ത് വന്നിരുന്നു. കാസ ഇവർ തട്ടിപ്പുകാരാണെന്നും ജിഹാദി ബന്ധവും ആരോപിച്ചിരുന്നു. വ്യക്തമായ മുന്നറിയിപ്പ് വർഷങ്ങൾക്ക് മുൻപേ സഭയും കാസയും ഒക്കെ ഇവർക്കെതിരെ നൽകിയിട്ടും വിശ്വാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നും ആരോപണമുണ്ട്. മാരിയോ ജോസഫ് 28 വർഷം മുൻപാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിയാകുന്നത്. മാരിയോ ജോസഫ് എന്ന സുലൈമാൻ എന്നാണ് ഇയാളുടെ മുഴുവൻ പേര്. ജിജിയെ വിവാഹം ചെയ്യുന്നത് 21 കൊല്ലം മുൻപാണ്. ഇവരുടെ മക്കളെ വെച്ച് മോട്ടിവേഷൻ സ്പീച്ചുകൾ ഇവരുടെ പേജിലൂടെ നൽകി യുവതിയുവാക്കളെ ആകർഷിക്കാൻ ഉപയോഗിച്ചിരുന്നു. ജിജി മാരിയോ ജന്മന ക്രിസ്ത്യാനിയാണ്. താൻ ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് ജിജിയെ കണ്ടുമുട്ടുന്നത്. ക്രിസ്ത്യാനിയായത് ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ടാണ് എന്ന് ജോസഫ് മാരിയോ 2021 കർമ്മ ന്യൂസിനോട് പറഞ്ഞിരുന്നു. എന്തായാലും ദമ്പതിമാർ പഴയ അവസ്ഥയിലേക്ക് തിരികെ വന്ന് കുടുംബജീവിതത്തിലെ പരിക്കുകൾ പരിഹരിക്കാനാകട്ടെ. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ അവർ സ്വരൂപിച്ച വൻ ചാരിറ്റി ഫണ്ടും തുടങ്ങിയ പദ്ധതികളും സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.